മഹാനായ പ്രവാചകൻ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇൻ റളീത ബിമാ കസംതു ലക അർഹതു ഖൽബക വ ബദനക വ അന്ന മഹ്മൂദ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നിനക്ക് അല്ലാഹു സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ അല്ലാഹു നിനക്ക് മനസമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനല്ല. നമുക്കാണെങ്കിൽ പടച്ചോനെ മറ്റുള്ളവൻ അല്ലാഹുവേ അല്ലാഹുവിന് കൊടുത്തു എനിക്ക് തന്നില്ല, അങ്ങനെ നമുക്ക് അങ്ങോട്ടും കിട്ടും. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചിട്ട് ഒന്നും നേടാനില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് കിട്ടേണ്ട ഒരു രൂപ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഈ ഇരിക്കുന്ന ഹാജിയാർക്ക് കിട്ടുമോ? ഞാൻ ഹാജിയാര് തലകുത്തി മറിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട ഒരു രൂപ ഹാജിയാർ കിട്ടുമോ? കിട്ടൂല. അത് അള്ളാഹ് തീരുമാനിച്ച് അങ്ങനെ വെച്ചതാ. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടും, ഹാജിയാർക്ക് കിട്ടേണ്ടത് ഹാജിയാർ കിട്ടും. ഹാജിയാരുടെ പൈസ കണ്ടിട്ട് ഞാൻ തലകുത്തി മറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് അസൂയ, കൂടപ്പിറപ്പുകൾ പോലും അസൂയ, കൂടപ്പിറപ്പുകളോട് പോലും വല്ലാത്ത അസൂയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ. എന്തിന്റെ പേരിൽ? എന്റെ പ്രിയപ്പെട്ടവരെ, അസൂയ വെച്ചാൽ കിട്ടണ പണിയറിയോ? അസൂയ വെച്ച നീ അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ നീ അസൂയ വെക്കുന്നു. നീ അപ്പൊ അസൂയ വെക്കുന്നത് അവനോടല്ല, അള്ളാനോടാ. അള്ളാഹ് കാണിച്ചത് ശരിയായില്ല എന്നാ നീ വരികയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മറ്റൊരുത്തന്റെ പണവോ സമ്പത്തോ കണ്ടിട്ട് നിങ്ങൾ അസൂയ വെച്ച അള്ളാഹു നിങ്ങൾക്ക് 4 പണി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ വിചാരിക്കുന്ന നീ ഇങ്ങനെ പന പോലെ വളരുന്നത് നിന്റെ കഴിവ് കൊണ്ടാണ്? നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട്. ചില ആൾക്കാർ വിചാരിക്കും, പടച്ചോനെ ഞാൻ എന്താ തൊടുന്നതൊക്കെ നല്ല പോലെ ആവോ, കച്ചവടമൊക്കെ നല്ല ലാഭം, എനിക്കെന്തോ അള്ളാഹു വാരിക്കോരി തരുന്നു, എന്റെ തഴമ്പ് കണ്ടിട്ടാ, അല്ലെങ്കിൽ എന്റെ കുടുംബം ഒന്നുമല്ല. പഠിച്ചു വെച്ചൊരു ഇൽമ ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസൂയ വെക്കുന്ന മനുഷ്യൻ അള്ളാഹു 4 ശിക്ഷ കൊടുത്തു പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും നേരെ ഇരുന്നിട്ട് കേക്ക്. അയൽവാസിയുടെ കൊട്ടാരം കണ്ടിട്ട് കണ്ണു തെള്ളുന്നവൻ, തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കടയ്ക്കകത്ത് നല്ല കച്ചവടമുണ്ട്, ഇവന് കച്ചവടം ഇല്ല, അവൻ ഇങ്ങനെ നോക്കി പ്രാപിക്കൊണ്ടിരിക്കുന്നവൻ, നിനക്ക് അള്ളാഹു 4 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇല്ല, ഇന്ന് പരസ്പരം ഏറ്റവും കൂടുതൽ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ട്. ആദ്യം അസൂയ തോന്നുന്നത് ആർക്കാ? നിങ്ങളോട്. നിങ്ങൾക്ക് ഏറ്റവും ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ആദ്യം തോന്നുന്ന ആർക്കാന്നറിയാവോ? നാട്ടുകാർക്കോ അയൽവാസികൾക്കോ ഒന്നുമല്ല, നിന്റെ കൂടപ്പിറപ്പിന് തന്നെ ആയിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാകുന്ന അയൽവാസിക്കായിരിക്കത്തില്ല, മറ്റുള്ള കുടുംബക്കാർക്കായിരിക്കത്തില്ല, നിന്റെ കൂടപ്പിറപ്പിനായിരിക്കും. തെളിവ് വേണോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഉറക്കപ്പറ, എന്താ നബിയുടെ പേര് ഇട്ടിട്ടുണ്ടായിരിക്കണേ? യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. വാപ്പാന്റെ അടുക്ക പോയി യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, വാപ്പ ഞാനൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തപ്പോ യാക്കൂബ് നബി മോനോട് പറഞ്ഞ മറുപടി എന്താ? മോനെ, നാട്ടുകാരോട് പറയരുതെന്നല്ല പറഞ്ഞേ, നിന്റെ കൂടപ്പിറപ്പുകളോട് പറയരുത്. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ നിന്റെ സഹോദരങ്ങളോട് പറയരുതെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെന്തെ പറഞ്ഞാൽ അവർക്ക് നിന്നോട് അസൂയ തോന്നും. പക്ഷെ എന്ത് സംഭവിച്ചു? യൂസുഫ് നബി പറഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ തയ്യാറായത് കൂടപ്പിറപ്പായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യ അസൂയ തോന്നുന്നത് കൂടെ പറയും, എന്റെ അനിയനല്ലേ നന്നായിരിക്കട്ടെ, എന്റെ അനിയനല്ലേ, നാവ് കൊണ്ട് പറയും, എങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ചെറിയത്. അതുകൊണ്ടാണ് മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, സഹോദരങ്ങൾ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല. സഹോദരങ്ങൾ, കുടുംബക്കാരിങ്ങനെ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല. അടുത്തു കഴിഞ്ഞാൽ പിന്നെ പടച്ചോനെ വല്ലാത്ത ശത്രുതയായിരിക്കും. പക്ഷെ ചില ആൾക്കാരുണ്ട്, സഹോദരങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തോടു കൂടി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ചു മാത്രമേ ഉള്ളൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇന്നും ഒരു കൂടപ്പുറപ്പായിട്ട് തല്ലാനല്ല ഞാനിത് പറഞ്ഞത്. എന്നിട്ട് നോക്ക്, കൂടപ്പുറപ്പായിട്ട് തല്ലുണ്ടാക്കാനല്ല പറഞ്ഞത്. നീ മറ്റൊരാളോട് അസൂയ വെച്ചാ നിനക്ക് അല്ലാഹു തരുന്ന 4 ശിക്ഷ. ഒന്ന് കേട്ടോ, നേരെ ഇരിക്കും മനുഷ്യന്മാരെ, നേരെ ഇരിക്കും. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ടെൻഷൻ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ കൂട്ടിക്കോ, നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയോട് നീ അസൂയ വെച്ച നിനക്ക് കിട്ടണ ഒന്നാമത്തെ പടി, നിനക്ക് സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല.
നിനക്കല്ല സമാധാനം തരൂല. നീ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും അവനെ കുറിച്ച് ചിന്തിക്കും. ഒന്നാമതായിട്ട് അള്ളാഹു നിനക്ക് തരുന്നത്. എന്നിട്ട് നോക്കിയോ, രണ്ടാമത്തെ ശിക്ഷ മറ്റുള്ളവന്റെ സമ്പത്ത് കണ്ടിട്ട്, അവന്റെ ഏതെങ്കിലും അള്ളാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അള്ളാഹു അവന്റെ കൽബിൽ ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ കോടികളുടെ ആസ്തിയുണ്ട്, എന്നാലും 10 നയാ പൈസ പാവപ്പെട്ടവർ കൊടുക്കത്തില്ല. പിന്നെയും കൂട്ടി വെക്കും. അറിയില്ലേ, എത്രയോ ആൾക്കാരുണ്ട് കോടികളുടെ ആസ്തി, അവൻ എത്ര പണം ഉണ്ടെന്ന് അവനെന്നറിയില്ല, എന്നാലും 10 രൂപ പാവപ്പെട്ടവർ കൊടുക്കും. ആർത്തി തീരൂല, പിന്നെയും കൂട്ടാ, പിന്നെ വാരി കൂട്ടാനുള്ള ആർത്തി അള്ളാഹു അവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് മനുഷ്യ, ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് വേണം. അതില്ലാതെ പലർക്കും, എത്രയോ കോടീശ്വരന്മാരുണ്ട്, അള്ളാഹു പടച്ചവൻ അങ്ങനെ ഒരു മനസ്സില്ലാത്തവർ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. പടച്ച റബ്ബ് കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ ഇങ്ങോട്ട് കേക്ക്. നിന്നെ അല്ല വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല അള്ളാഹു നിന്നെ വളർത്തിയത്. മൂന്നാമത്തെ ശിക്ഷ, നീ ആരെ കുറിച്ചാണോ, നിങ്ങൾ ആരെങ്കിലും എന്നെ കുറിച്ച് അസൂയ വെച്ച നിനക്ക് അള്ളാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു എന്നെ വളർത്തി കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോ നബി മുഹമ്മദ് മുസ്തഫ. നിന്നെ അള്ളാഹ് ഇങ്ങനെ പന പോലെ വളർത്തും. ഇവൻ ഇങ്ങനെ കണ്ട് മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകിത്തീരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യമാണ് മനുഷ്യങ്ങൾ ആലോചിക്കുക. നിന്നെക്കാരും ബേജാറ് നിന്റെ അയൽവാസിക്ക, നിന്നെക്കാരല്ല. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇക്ക നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത്ര ഉയർച്ചയുണ്ടായി. ഞാൻ പറഞ്ഞു, ഒരിക്കലും അല്ല, എനിക്ക് ശത്രുക്കൾ കൂടുതൽ അതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ അള്ള വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല. നിന്റെ അസൂയ വെക്കുന്നവർ, നിന്റെ അയൽവാസി, നിന്റെ കുടുംബക്കാർ, നിന്റെ കൂട്ടുകാർ, അവർ അസൂയ വെക്കുമ്പോ അള്ളാഹു അവന് കൊടുക്കുന്ന പണിയാ നിന്നെ വളർത്തുന്നത്. അള്ളാഹു നമ്മളെ അസൂയ വെക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്യേണ്ടവർക്ക് വേണ്ടി അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലാതെ അസൂയ വെക്കുന്ന കുറ്റം പറഞ്ഞിടക്കല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ ശിക്ഷ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അള്ളാഹു തൊടുന്നതൊക്കെ ലാഭമാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസൂയ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നഷ്ടത്തിലായിരിക്കും. നീ നിന്റെ കടയിൽ കച്ചവടമില്ല, അയൽവാസിയുടെ കടയിലെ കച്ചവടം കണ്ടുകൊണ്ട് നീ പ്രാപിക്കൊണ്ടിരുന്ന നീ എത്തിയും കാണില്ലാവും, അവൻ അള്ളാഹ് വാരി കൊടുക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ അയൽവാസിയായ പെണ്ണിന്റെ കൊട്ടാരം കണ്ടിട്ട് നീ കണ്ണു തള്ളണ്ട, അവളെ പ്രാവണ്ട, അവളെ ശപിക്കണ്ട, അവളെ കുറ്റപ്പെടുത്തണ്ട, അവളെ കുറിച്ച് കുറ്റം പറയണ്ട. അസൂയ വെച്ചാൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? ഇത് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷയാണ്. എന്റെ പ്രിയമുള്ളവരെ, അസൂയ വെക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടല്ലോ, എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടല്ലോ. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പരീക്ഷണം എന്താണ്? വഇല്ലമ തർലാ ബിമാ കസംതലക സല്ലല്ലാഹു അലൈക ദുനിയാ ഹത്താ തർഖുല ഫീഹാ കർഖലി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പടച്ചറപ്പവനെ ദുനിയാവിൽ പിടിച്ച് കെട്ടിയിടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതാ വന്യമൃഗങ്ങളെ പിടിക്കുന്നതിന് വേണ്ടി കാട്ടിൽ മൃഗങ്ങളെ കടന്ന് ഓടുന്നത് പോലെ ഇവൻ ദുനിയാവിന്റെ പുറകെ ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പണമുണ്ടോ എന്ന് ചോദിച്ചാ കോടികളുണ്ട്, കേറി കിടക്കാൻ കൊട്ടാരമുള്ള വീടുണ്ട്, ഭാര്യയും മക്കളും കൂടെയുണ്ട്, കഴിക്കാൻ ഒരുപാട് ഭക്ഷണമുണ്ട്, പക്ഷേ തിന്നാ വയറ് നിറയൂല, എത്ര കിട്ടിയാലും മതി വരൂല. പിന്നെയും ഇങ്ങനെ പരക്കം പായുകയാ. ഇങ്ങനെ പാഞ്ഞു അവന്റെ ജീവിതം തീർന്നു പോകുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണിയാണെങ്കിലും സന്തോഷമുണ്ടാകണം. പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും, വീടുണ്ടെങ്കിലും വീടില്ലെങ്കിലും, കഴിക്കാൻ ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്റെ പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ കഴിയണം. അള്ളാഹു നിനക്ക് ഇത്ര തന്നല്ലോ, പടച്ചവനെ, നിനക്ക് വാടക വീടാണ് പടച്ചറപ്പ് തരുന്നതെങ്കിൽ നീ ചിന്തിക്കണം, പടച്ചവനെ, ഇതുപോലും ഇല്ലാത്ത എത്രയോ പേര് കടത്തിണ്ടെങ്കിൽ കിടക്കുന്ന അല്ലാഹ്, എനിക്ക് പടച്ചറപ്പ് വാടകയ്ക്കാണെങ്കിലും ഒരു വീട് തന്നല്ലോ. കൊട്ടാരം കാണുമ്പോ നീ ചിന്തിക്കണം, പടച്ചവരെ, മഴ പെയ്യുമ്പോ നനയാതെ കിടക്കാൻ ഒരു കുടിലെനിക്ക് പടച്ചുറപ്പ് തന്നല്ലോ. അസൂയ വേണ്ട ചെറുപ്പക്കാരാ, മോനെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം പൊന്നുമോന്. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹാ, ആയിഷാ ബീവി പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുന്നില്ല. എന്റെ കൂടെ കിടന്ന പ്രവാചകനെ പാതിരാത്രി നോക്കുമ്പോ കാണുന്നില്ല.
അള്ളാഹുവിന്റെ പ്രവാചകന് ആയിഷ ബീവി റളിയല്ലാഹു തആല നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. ആയിഷ ബീവി തെരഞ്ഞു നടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ എവിടെ? എന്റെ ഭർത്താവ് പാതിരാത്രി എവിടെയാണ് ഇറങ്ങിപ്പോയത്? മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോയതാണോ? ആയിഷ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അതാ പാതിരാത്രി നോക്കുമ്പോ മസ്ജിദുൻ നബവിക്കകത്തൊരു തേങ്ങൽ കേൾക്കുകയാ. ആരോ കടന്ന് കരയുകയാണ്, ആരോ കടന്ന് ദുആ ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അടുത്ത് ചെന്ന് നോക്കുകയാണ്, എന്താണ് എന്റെ ഭർത്താവ് പാതിരാത്രി സുജൂദിൽ കിടന്ന് പറയുന്നത്? അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. അല്ലാഹുവേ, ഒരു പാവപ്പെട്ടവനായി എന്നെ ഈ ദുനിയാവിൽ ജീവിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഒരു പാവപ്പെട്ടവനെ പോലെ എന്നെ ഈ ദുനിയാവിൽ നീ ജീവിപ്പിക്കണേ പടച്ചവരെ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെക്കാളും പാവപ്പെട്ട ഒരു മനുഷ്യനും ലോകത്തില്ല. അതുപോലെ പട്ടിണി കിടന്ന ഒരു കുടുംബവുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന് ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, വയറ്റത്ത് കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കയറി വരും. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിനകത്തേക്ക് വരുന്നത്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റിലെ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ എനിക്ക് തിന്നാൻ വല്ലതും ആയിഷ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇല്ല എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് വീടിന്റെ മൂലയിൽ പോയിട്ട് ചുരുണ്ട് കിടക്കുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല സഹിക്കാൻ കഴിയാതെ പ്രവാചകന്റെ വയറിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കരയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അവരുടെ ജീവിതം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവരുടെ കുടുംബ ജീവിതം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പടച്ചവനെ ഒരു ദിവസം വീട്ടിലൊരു ചപ്പാത്തി ഉണ്ടാക്കി, അവിടെ നിന്നൊരു റൊട്ടി ഉണ്ടാക്കി. പടച്ചവനെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടി ആ റൊട്ടി എടുത്ത് പാത്രത്തിൽ വെക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട വാപ്പാനെ ഓർക്കുകയാണ്. പടച്ചവരെ, എന്റെ കയ്യിൽ ആകെയുള്ളതൊരു ചപ്പാത്തിയാണ്. എന്റെ ഭർത്താവും രണ്ട് മക്കളും മുന്നിലിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ആ കിട്ടിയ ഒരു റൊട്ടി പടച്ചവനെ വെള്ള മാവ് വെച്ചൊരു റൊട്ടി ഉണ്ടാക്കി. അത് കഴിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോ ഫാത്തിമയുടെ കണ്ണ് നിറയുകയാ. അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? എന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായല്ലോ. അല്ലാഹുവേ, കയ്യിലിരുന്ന ഒരു റൊട്ടി രണ്ടായിട്ട് കീറുകയാണ്. എന്നിട്ട് തന്റെ ഭർത്താവിന്റെയും മക്കളുടെ മുന്നിൽ പകുതി വെച്ചിട്ട് പകുതി ചപ്പാത്തിയുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പ്രവാചകന്റെ കയ്യിൽ പകുതി ചപ്പാത്തി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, വാപ്പാ, ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ വാപ്പാ. എന്റെ വാപ്പ ഇത് കഴിക്കെന്ന് പറഞ്ഞു പകുതി ചപ്പാത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ പ്രവാചകന്റെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, വാപ്പാ, എന്തിനാണ് കരയുന്നത്? എന്റെ വാപ്പ എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ അടുത്തേക്ക് പിടിച്ചു, തന്റെ പൊന്നുമോളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചെവിയിൽ പറയുന്നു, ഫാത്തിമ, 3 ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത് ഫാത്തിമ. 3 ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം പെണ്ണ്. അല്ലാതെ എത്ര കിട്ടിയാലും തീരാതെ പടച്ചവനെ ആർത്തിയോടെ നടക്കുന്നതിൽ കാര്യമില്ല. പടച്ചറപ്പ് എന്ത് തരട്ടെ, അള്ളാഹു നിനക്ക് പണം തന്നാലും തന്നില്ലെങ്കിലും
പടച്ചവൻ നിനക്ക് പട്ടിണിയാണ് തരുന്നത്, നിനക്ക് അല്ലാഹു വീട് തരുന്നില്ല, അല്ലാഹു നിനക്ക് മക്കളെ തരുന്നില്ല, അല്ലാഹു നിനക്ക് മാരക രോഗമാണ് തന്നത്, എന്ത് തന്നാലും കുറ്റം പറയല്ലേ ചെറുപ്പക്കാരാ. എന്ത് പരീക്ഷണം തന്നാലും നീ പടച്ചുറപ്പിനെ കുറ്റപ്പെടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ. ആരാ അയ്യൂബ് നബി? ആരാ അയ്യൂബ് നബി? ആരാ അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് മലക്കുകൾ പോലും പടച്ചവരെ പുകഴ്ത്തുമായിരുന്നു. അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് ശൈത്താന് പോലും അസൂയ തോന്നുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താന് അസൂയ തോന്നണമെങ്കിൽ അത് എങ്ങനെയുള്ള ജീവിതമായിരിക്കും? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ പോലും അസൂയ തോന്നുകയാ. അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, അയ്യൂബിന് നീ അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അയ്യൂബ് നിന്നെ ഓർക്കുന്നത്. ഒരു പരീക്ഷണം കൊടുത്താ നിന്നെ മറക്കും പടച്ചവര്. അല്ലാഹു പറഞ്ഞു, ഒരിക്കലും എന്റെ അയ്യൂബ് എന്നെ മറക്കൂല. ഇല്ല പടച്ചവര്, പരീക്ഷണം കൊടുത്താ മറക്കും പടച്ചവര്. എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. 80 വർഷക്കാലം രാജാവിനെ പോലെ പടച്ചവരെ കൊട്ടാരങ്ങൾക്ക് നടുവില് ഭാര്യമക്കളുടെ കൂടെ ഒരിക്കൽ പോലും പട്ടിണി എന്തെന്നറിയാതെ കടിഞ്ഞ പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. 81 കൊല്ലം സുഖിച്ച് ജീവിച്ചു. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാ. തന്റെ വീടിടിഞ്ഞ് വീഴുകയാണ്. പല ഭാര്യയും മക്കളും മരിച്ചു. പടച്ചവനെ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഇന്നലത്തെ കോടീശ്വരന് ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊന്നും തന്റെ കയ്യിലില്ല. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോ ശൈത്താൻ ചോദിച്ചു, അയ്യൂബേ, എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ആ സമയത്ത് അയ്യൂബ് നബി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാം തന്നു. ആ അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. പടച്ചവനെ, ശൈത്താൻ അവിടെ പരാജയപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു അയ്യൂബ് നബിക്ക് പിന്നെയും ഒരു പരീക്ഷണം കൊടുത്തു. ഒരു മാരക രോഗമാണ് കൊടുത്തത്. ഒരാൾക്കും ഇന്ന് വരെ കൊടുക്കാത്ത രോഗം. പടച്ചവരെ, ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ്. ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ്. പൊട്ടി ഒലിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും ദുർഗന്ധം സഹിക്കാതെ ഓടുകയാണ്. ഒരു മനുഷ്യനും അടുത്ത് വരുന്നില്ല. രോഗം പടരുമെന്ന് പേടിച്ച് എല്ലാവരും മാറുകയാണ്. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാം 81 വർഷക്കാലം അല്ലാഹുവേ സന്തോഷത്തോടെ സുഖിച്ച് ജീവിച്ചിരുന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും അടിച്ചിറക്കുകയാ. അയ്യൂബ് നബി നടന്നു പോകുമ്പോ കൂടെ ഒരേ ഒരു ഭാര്യ നടന്നു. കൂടെ ഒരേ ഒരു ഭാര്യ പോയി. പടച്ചവനെ, എല്ലാം നഷ്ടപ്പെട്ടാലും ഭർത്താവിന്റെ കൂടെ പോവുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു തലവേദന വരുമ്പോ കുറ്റം പറയുന്ന മുസ്ലിമേ, ഒരു പനി വരുമ്പോ, ഒരു എന്തെങ്കിലും ഒരു വേദന വരുമ്പോ പടച്ചറപ്പിനോട് പരാതി പറയുന്ന മുസ്ലിമേ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു പരീക്ഷണം കൊടുത്തു. അവിടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. എല്ലുവെളിയിൽ കാണുകയാണ്. എല്ലുവെളിയിൽ കാണുകയാണ്. അയ്യൂബ് നബി ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ ഭാര്യ വന്നിട്ട് പറയുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താ ഈ രോഗമൊന്ന് മാറ്റി തരണേ എന്ന് ദുആ ചെയ്താ അല്ലാഹു മാറ്റി തരുമല്ലോ. നിങ്ങൾ എന്തേ ഒരു ദുആ ചെയ്യാത്തത്? നിങ്ങൾ എന്തേ ഒരു ദുആ ചെയ്യാത്തത്? അയ്യൂബ് നബി പറഞ്ഞ മറുപടി, പെണ്ണേ, 81 വർഷം അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു. എനിക്ക് ആരോഗ്യം തന്നു. എനിക്ക് ഭാര്യ മക്കളെ തന്നു. എനിക്ക് കൊട്ടാരം തന്നു. എനിക്ക് പണം തന്നു. എല്ലാം എനിക്ക് പടച്ചുറപ്പ് തന്നു. ഇന്ന് വരെ എന്തിനാണ് റബ്ബേ ഇതെനിക്ക് തന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. നീ ചോദിക്കാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇന്ന് അല്ലാഹു എനിക്കൊരു പരീക്ഷണം തന്നപ്പോ റബ്ബിനോട് പരാതി പറയാ എന്നെ കൊണ്ട് കഴിയില്ല പെണ്ണ്. നോക്കി
നോക്കി നോക്കി മടുത്തെങ്കിൽ നിനക്ക് നിന്റെ വഴിയെ പോകാ. എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ഒരു ചെറിയ തലവേദനയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്ന ബാപ്പാ, 18 കൊല്ലമാണ് അയ്യൂബ് നബി ഇങ്ങനെ നടന്നത്. 1 വർഷവും 2 വർഷവുമല്ല. ഈ രോഗവുമായിട്ട് 18 കൊല്ലം നടന്നിട്ട് ഒരിക്കൽ പോലും അല്ലാ ഇതൊന്ന് ശിഫയാക്കി താ അല്ലാ എന്ന് ദുആ ചെയ്തില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തരുന്നത് എന്താകട്ടെ, അത് സന്തോഷമാകട്ടെ, അത് സമാധാനമാകട്ടെ, അത് രോഗമാകട്ടെ, അത് കടമാകട്ടെ, അത് പ്രയാസമുള്ളതാകട്ടെ, പടച്ചവൻ ഇതെല്ലാം തരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ, അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാണ് വാപ്പാ. അല്ലാതെ നീ പറയും പടച്ചവൻ എന്നോടെന്തോ ദേഷ്യമാണ്, അല്ലാഹുവിനെ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പടച്ചവൻ എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, എനിക്ക് മക്കളെ തരാത്തത്, എനിക്ക് കടം തരുന്നത്, എനിക്ക് വീട് തരാത്തത്, എന്റെ ഭർത്താവിനൊരു ജോലി കിട്ടാത്തത് എല്ലാം പടച്ചവന് നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് പറയുന്ന പെണ്ണ്, ഒരിക്കലും പറയല്ലേ മോളെ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി ബലാഗാ, അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കായിരുന്നു. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കൂടിയത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ജീവിതത്തിൽ പ്രയാസവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ലോ. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുവാപ്പാ. അല്ലാഹു തന്നത് തൃപ്തിപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരർ നീയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നീയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ. അല്ലാഹു അങ്ങനെയുള്ള പണക്കാരനാക്കി തരുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള പണക്കാരനാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ ഏത് പ്രയാസമുണ്ടെങ്കിലും പോകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും പോകാനുള്ള ഒരു വഴി ഒറ്റ ഹദീസ് ഓർത്താ മതി. ഇല്ലാ യളമൽ ജസാഉ മാ യളമൽ ബലാഉ ഖാല നബിയുനാ റസൂലുള്ളാഹി, ഖാല നബിയുനാ റസൂലുള്ളാഹി. ഒറ്റ വഴി. കച്ചവടം നഷ്ടത്തിലാണ്, പോട്ടെ. പെണ്ണ് കെട്ടി മക്കളില്ലേ, പോട്ടെ. വീടില്ലേ, പോട്ടെ. എല്ലാം വിട്. ഒറ്റ ഹദീസ് എഴുതി വെച്ചാൽ മതി. അല്ലാഹു നിനക്ക് സമാധാനം തരും. അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. നേരെ ഇരിക്കുമെങ്കിൽ പറഞ്ഞുതരാം. നേരെ ഇരിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. സമാധാനം വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കേ. സമാധാനം വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈ പൊക്കത്തെ. ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടായിരിക്കില്ലേ അപ്പൊ നിനക്ക് നിറച്ചുണ്ടായിരിക്കും. അതെടുത്ത് കളയാൻ അല്ലാഹുവിന് കൂടുതൽ സമയമൊന്നും വേണ്ട. അല്ലാഹു കാക്കുമാറാകട്ടെ. എടുത്ത് കളയാൻ വല്ലതും വേണോ? ഇവിടുത്തെ ബേക്കറി, ഇവിടുത്തെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വെള്ളിയാഴ്ച ഇരുത്തി പിരിപ്പിക്കാൻ അല്ലാഹുവിന് കൂടുതൽ സമയം വേണോ? നിന്നെ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് തോർത്തും പിരിച്ചിരുത്തിയിട്ട് വല്ലതെന്താ എന്ന് ചോദിപ്പിക്കാൻ അല്ലാഹുവിന് കൂടുതൽ സമയമൊന്നും വേണ്ട. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു കാക്കുമാറാകട്ടെ. സമാധാനം വേണോ? ബക്കറ്റ് ഗ്ലാസിന്റെ സമയമായിടാ ഇല്ല. വേണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ഹദീസ് ഇല്ല യളമൽ ജസാഉ മാ യളമൽ ബലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്. ഇല്ലേ മനുഷ്യ? ഉണ്ടോ? ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ എന്ന് പറ. ഉണ്ടോ? ഉറക്കപ്പുറ ഉണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടോ? അല്ലാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നത് ഒരു സന്തോഷം തരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു, അതിന്റെ അടയാളമാണ് നിനക്കുള്ള ദുഃഖം തന്നെ. നിന്റെ കച്ചവടം ഇപ്പൊ നഷ്ടത്തിലായത് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിനക്ക് നല്ല ലാഭം വരാൻ പോകുന്നു, അതിന്റെ ഒരു അടയാളമാണ് ഈ ദുഃഖമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ആ ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 സൂറത്ത് ഓതിയാൽ മതി. എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആനിലെ 2 സൂറത്ത് ഓതിയ അന്ന് ലോകം ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകം ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം ഉണ്ടാവും. നിന്റെ മനസ്സ് നിനക്ക് ധൈര്യം തരും. അള്ളാഹുവിന്റെ ഖുർആനിലെ 2 ചെറിയ സൂറത്ത് പകലാവിലെ ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ നിനക്ക് വേണമെങ്കിൽ ഓതി. നിനക്ക് സമാധാനം കിട്ടിയിട്ട് എനിക്കൊന്നും കിട്ടില്ലല്ലോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓത്. ഏത് സൂറത്ത്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക ഈ സൂറത്ത് ഓതാ. 2-ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഈ 2 റക്അത്തിലും ഈ 2 സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്ക്. അന്ന് കിടന്നുറങ്ങുന്നത് വരെ അല്ലാഹു നിനക്ക് സമാധാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടാ. നാളെ രാവിലെ എന്തായാലും ഈ ഞാൻ പറഞ്ഞതല്ലേ, ഇത് ഉള്ളതാണോ ഇല്ല കള്ളമാണോ എന്ന് അറിയാൻ ഒന്ന് ടെസ്റ്റെങ്കിലും ചെയ്ത് നോക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്തിട്ട് നീ രക്ഷപ്പെട്ട എല്ലാ ദിവസവും ചെയ്തു. അല്ലാഹു ബർക്കത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു 3. മൂന്നാമതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ഉപദേശിച്ചു കൊടുത്ത 3-ാമത്തെ കാര്യം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3-ാമതായി പറഞ്ഞു വഹസിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നീ നിന്റെ അയൽവാസിയെ സ്നേഹിച്ച നീ യഥാർത്ഥ ഒരു മുഅ്മിനാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അബൂ ഹുറൈറ വഅഹ്സിൻ ഇലാ ജാരിക, നീ നിന്റെ അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറിയ വതകുൻ മുഅ്മിനാ, നീ യഥാർത്ഥ ഒരു മുഅ്മിനാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹുവിനെ കൊണ്ട് സത്യം ഒരു മനുഷ്യന് മുഅ്മിനാകൂല. അല്ലാഹുവിനെ കൊണ്ട് സത്യം ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് മൻഹും യാ റസൂലല്ലാഹ്, ആരാ നബിയേ ആരാ നബിയേ ആരാ നബിയേ സഹാബത്ത് വിടന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യഅ്മനു ജാറഹു വവായികഹു. തന്റെ അയൽവാസിയെ വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ അവൻ ഒരിക്കലും വിശ്വാസിയാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വാപ്പാ തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളിയിലെ ഇമാമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളി കെട്ടിക്കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 24 മണിക്കൂറും കയ്യിൽ ഫർദദാ തസ്ബീഹും പിടിച്ച് ഹിജാബ് വിട്ട് ശരീരം മറച്ച് നടക്കുന്നവളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അയൽവാസിയെ നീ വേദനിപ്പിക്കുന്നവനാണോ, നീ അല്ലാഹുവേ യഥാർത്ഥ വിശ്വാസിയല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹു അലാ നാഖദിഹിൽ ജദഅ ഫീ ഹജ്ജത്തിൽ വദാ, ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണത്തിൽ ചെവി അറ്റുപോയ ഒരു ഒട്ടകത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ ഊസീകും ബിൽ ജാർ, അയൽവാസികളെ നിങ്ങൾ സൂക്ഷിക്കണേ, അയൽവാസികളെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നില് മാസാല ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അയൽവാസികളെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, അയൽവാസികളുടെ മഹത്വം പറയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മനുഷ്യന്റെ സമ്പത്തില് അനന്തര അവകാശം പടച്ചവനെ അയൽവാസികൾക്കുണ്ടോ എന്ന് പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടു സഹാബാ. അയൽവാസികളോട് വല്ലാത്ത കടമയാ, അയൽവാസികളോട് വല്ലാത്ത കടമയാ. എന്റെ പ്രിയമുള്ളവരെ, അയൽവാസികളെ വേദനിപ്പിക്കാൻ പാടില്ല, അയൽവാസികളെ വേദനിപ്പിക്കാൻ പാടില്ല. ആരാ അയൽവാസികൾ? ആരാ? നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 40 വീട്, നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 40 വീട് നിന്റെ അയൽവാസികളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 40 വീടുകള്, അത് മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ, കുടുംബക്കാരനാകട്ടെ കുടുംബക്കാരനാകാതിരിക്കട്ടെ, 40
വീടും നിന്റെ അയൽവാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ലാഹയുടെ വീട്ടില് പടച്ചവനെ എലി ശല്യം വല്ലാത്തതായിരുന്നു. എലികളുടെ ശല്യം കൂടുതലാണ്. പടച്ചവനെ, ഇമാം ഗസാലി റഹ്മഹുല്ലാഹയുടെ വീടിനകത്ത് എലി ശല്യം കൂടിയപ്പോ ഒരാള് പറഞ്ഞു, തങ്ങളെ, ഒരു പൂച്ചയെ വീട്ടിൽ നിർത്തിയാൽ എലികളെല്ലാം പുറത്തു പോകുമല്ലോ. ഒരു പൂച്ചയെ തങ്ങളുടെ വീട്ടിൽ കൊണ്ടുപെറ്റ് കഴിഞ്ഞാ എലികളുടെ ശല്യം മാറുമല്ലോ. ഒരു പൂച്ചയെ നിർത്തിക്കൂടെ എന്ന് ഇമാം ഗസാലി തങ്ങളോട് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, മനുഷ്യ, എന്റെ വീട്ടിലൊരു പൂച്ചയെ കൊണ്ടുവന്നാൽ എലികൾ മുഴുവനും എന്റെ അയൽവാസികളുടെ വീടിനകത്ത് കേറുമല്ലോ, അവർക്കത് ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഞാനൊരു പൂച്ചയെ വാങ്ങി നിർത്താത്തതെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു മരത്തിന്റെ ഇല അക്കരയിൽ വീണ തമ്മിലടിക്കുന്ന മുസ്ലിമേ, വെള്ളത്തിന്റെ പേരില് അല്ലാഹുവേ പടച്ചവനെ, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പടച്ചവനെ അയൽവാസികൾ പരസ്പരം തമ്മിലടിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കൊട്ടാരം പോലെ വലിയ വലിയ വീട് പണിയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നീ നിന്റെ വീട് ഉയർത്താൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, നിന്റെ അയൽവാസിക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നീ നിന്റെ വീട് പോലും പൊക്കാൻ പാടില്ലെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല നബിയിനാ റസൂലുള്ളാഹി. നിന്റെ പൈസ കൊടുത്തിട്ട് നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാൻ അവന്റെ വീട്ടിലേക്ക് വായു തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതി വീട് പോലും വെക്കാൻ പാടില്ല. ഇവിടെ ഇല വീണേന്റെ പേരിൽ തല്ലുന്നേ. എടാ, ഇവന്റെ പറമ്പിൽ നിന്നിട്ട് ഒരു മരത്തിന്റെ ഇല മൊത്തം അങ്ങോട്ട് വീഴുന്നടാ, ഒരു കമ്പ് വെട്ടൂല, കൊന്നാലും. പടച്ചവൻ അയൽവാസിയിൽ മരിച്ചാലും കേറൂലടാ. ശത്രുത. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മഹാനായ അബൂ സിനാ റളിയല്ലാഹു തആല അൻഹു, പടച്ചവൻ അബൂ സിനാ തങ്ങളുണ്ടല്ലോ, അയൽവാസിയായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനൊരു യഹൂദിയാണ്. പടച്ചവനെ എല്ലാ ദിവസവും കാഷ്ടവും വേസ്റ്റും കൊണ്ടുവന്ന് വീടിന്റെ മുന്നിലിടുകയാണ്. അബൂ സിനാ തങ്ങളുടെ വീടിന്റെ മുന്നില് എല്ലാ ദിവസവും കാഷ്ടം കൊണ്ടുവന്നിടുകയാണ്. അബൂ സിനാ തങ്ങളൊന്നും പറയാറില്ല, എല്ലാം വാരിക്കളയുകയാ. എല്ലാ ദിവസവും അയൽവാസി കൊണ്ടിടുന്ന വേസ്റ്റ് മുഴുവനും തൂത്ത് വൃത്തിയാക്കുകയാണ്. പരാതി പറഞ്ഞില്ല, വഴക്കുണ്ടാക്കിയില്ല, കേസ് കൊടുത്തില്ല. പടച്ചവനെ, ഒന്നും മിണ്ടാതെ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു. അവസാനം അബൂ സിനാ റളിയല്ലാഹു തആല രോഗം പിടിച്ച് കിടക്കുമ്പോ അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥ എത്തിയപ്പോ പൊന്നുമകനോട് പറയുന്നു, മോനെ സിനാനെ, അയൽവാസിയായ മനുഷ്യനെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുവോ? ഈ ചരിത്രം ഇന്ന് വാഴ്ന്നു കേൾക്കാമെന്ന ഓരോ പെണ്ണിനുമുള്ളതാണ്. ഓരോ പെണ്ണും പഠിക്കേണ്ട ചരിത്രമാണ്. അബൂ സിനാ തങ്ങളെ പൊന്നുമോനോട് പറഞ്ഞു, ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവരാറ്. അല്ലാഹുവേ, പൊന്നുമകൻ ചെന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പ വിളിക്കുന്നു. പടച്ചവനെ, യഹൂദിയായ മനുഷ്യൻ അല്ലാഹുവേ അവിടുന്ന് കരുതി ഇതിനെ കുറിച്ച് ചോദിക്കാനായിരിക്കും വീടിനകത്തേക്ക് കടന്നു വന്നപ്പോ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മനുഷ്യ, ഒരുപാട് നാളുകളായി നിങ്ങൾ എന്റെ വീടിന്റെ മുന്നിലേക്ക് വേസ്റ്റ് വാരിയിടുന്നുണ്ട്, കാഷ്ടവും മൂത്രവും എടുത്തൊടിക്കാറുണ്ട്. ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല, ഞാൻ സ്വന്തമായിട്ടാണത് മുഴുവനും വൃത്തിയാക്കുന്നത്. പക്ഷേ എനിക്കിന്ന് രോഗം വന്നത് കാരണം എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, ഞാൻ കിടപ്പിനായി പോയി. ഇനി എങ്ങനെ ചെയ്യാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇടാൻ പാടില്ല. രോഗിയായത് കാരണം ഇനി അത് വൃത്തിയാക്കാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഇടല്ലേ എന്ന് പറയുമ്പോ ആ യഹൂദി ചോദിക്കുന്നു, മനുഷ്യ, നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ എന്നോട് ഇത് പറയുമെന്ന് കരുതിയിട്ടാണ്, എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഇതിടല്ലേ എന്ന് എന്നോട് പറയുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇട്ടത്. ഇത്രയും നാള് നിങ്ങൾ പറയാതെ വന്നപ്പോ എനിക്ക് വാശി കൂടി, പിന്നെയും ഞാൻ ഇങ്ങനെ ഇടുകയാണ്.
പറയുകയാണ്, ഇത്ര കൊല്ലമായിട്ടും ഒരിക്കൽ പോലും നിങ്ങൾ എന്തേ ഒന്ന് പരാതി പറയാതിരുന്നത്? നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നല്ലോ, എന്തേ പറയാതെ ഇരുന്നതെന്ന് ചോദിക്കുമ്പോ അബൂസിനാ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഈ വഅദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരൊറ്റ മുസ്ലിമും ഈ ഹദീസ് മറക്കല്ലേ, ഈ ഹദീസ് ഒരൊറ്റ പെണ്ണും മറക്കല്ലേ. അബൂസിനാ തങ്ങൾ പറയുകയാണ്, മൻമാത വലഹു ജീറാനുൻ സലാസ കുല്ലുഹും റാളൂന അൻഹു ജിറലഹു വലഹുൽ ജന്ന. എന്റെ പ്രിയമുള്ളവരെ, നീ മരണപ്പെടുമ്പോ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ അയൽവാസികൾ, 3 അയൽവാസികൾ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ വലഹുൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. വാപ്പാ, നീ മരിച്ചു പോകുമ്പോ നിന്റെ അയൽവാസികളായ 3 വീട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പറയുമ്പോ നെഞ്ചത്ത് കൈവച്ചിട്ട് നീ സ്വന്തമായിട്ട് ചോദിക്ക്, നിന്റെ അയൽവാസികൾ പറയുവോ? പറവാപ്പാ, നിന്റെ അയൽവാസി പറയുവോ? പെണ്ണെ, നിന്റെ അയൽവാസികൾ പറയുവോ? നീ മരിച്ചാ പറയും, അൽഹംദുലില്ലാഹ്, ഇവളൊന്ന് തീർന്നല്ലോ റബ്ബേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു പെണ്ണുണ്ട് നബിയേ, എന്റെ അയൽവാസിയാണ് നബിയേ, അവൾ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നവളാ, അവൾ എല്ലാ ദിവസവും തിങ്കളും വ്യാഴവും അല്ലെങ്കിൽ പ്രത്യേകമായ ദിവസങ്ങളിൽ മാത്രമല്ല, എല്ലാ ദിവസവും ആ പെണ്ണ് നോമ്പാട്, എല്ലാ ദിവസവും അവൾ നിസ്കരിക്കുന്നവളാണ്, അവൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാണ്, അവൾ ഖുർആൻ ഓതുന്നവളാണ്, അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ അവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ ബുദ്ധിമുട്ടിക്കും നബിയേ, അവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് ആ മനുഷ്യൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചെറുപ്പക്കാരാ, ഫഇന്ന അഹ്ലന്നാർ, അവര് നരകത്തിന്റെ അവകാശിയാ, അവള് നരകത്തിന്റെ അവകാശിയാ. ഫർദയും ധരിച്ച് വഅദ് കേൾക്കാൻ വന്ന പെങ്ങളെ, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവളാണോ? അയൽവാസികളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവളാണോ? നിനക്ക് സ്വർഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യദ്ഖുലൂനൽ ജന്ന മൻ ജാറഹു ബവായികഹു. തന്റെ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യന് സ്വർഗത്തിൽ കിടക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അയൽവാസികൾ കടം ചോദിച്ചാ കൊടുക്കണം, അവരെ സഹായിക്കണം, അവിടെ രോഗമില്ലെങ്കിൽ സന്ദർശനം നടത്തണം, അവര് പാവപ്പെട്ടവരെ കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായവും ചെയ്യണം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകര് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയുടെ കവാടത്തിൽ കാത്തു നിൽക്കുകയാണ്, ആരെയോ കാത്തു നിൽക്കുകയാണ്. പ്രവാചകൻ ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരെയാ നബിയെ തിരയുന്നത്? ആരെയാ നബിയെ തിരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഉമറിനെയാണ് തിരയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ ഇങ്ങനെ നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമറേ, ഉമറേ, ഇന്നലെ നിന്റെ വീട്ടിലേക്ക് വന്ന ആ പാവപ്പെട്ട മനുഷ്യർ നീ വെറും കൈയോടെ മടക്കിയത് ശരിയായില്ല ഉമറേ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് അയൽവാസിയായ ഒരു പാവപ്പെട്ട മനുഷ്യനതാ സഹായം ചോദിച്ചു വരികയാണ്. ഉമർ തങ്ങൾ ഒന്നും കൊടുക്കാനില്ലെന്ന് പറഞ്ഞു വിട്ടു. എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു നബിയേ, എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ, നിന്റെ കയ്യിൽ പട്ടുവസ്ത്രം വിറ്റ പണമുണ്ടായിരുന്നല്ലോ, പട്ടുവസ്ത്രം വിറ്റ കാശ് നിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. അയൽവാസിക്ക് എന്താണ് നീ കൊടുക്കാതിരുന്നത്?
അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മറന്നുപോയി നബിയേ, മറന്നുപോയി നബിയേ, എന്റെ കയ്യിൽ പൈസയുള്ള കാര്യം ഞാൻ മറന്നുപോയി നബിയേ, മറന്നത് കാരണമാണ് കൊടുക്കാത്തത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അയൽവാസി വന്ന് സഹായം ചോദിക്കുമ്പോ അത് പണമാകട്ടെ, വെള്ളമാകട്ടെ, ഉപ്പാകട്ടെ, അല്ലാഹുവേ എന്തെങ്കിലും പഞ്ചസാരയോ എന്തുമാകട്ടെ, അല്പം എന്തെങ്കിലും വസ്തുവാകട്ടെ, ഒരു കത്തിയാകട്ടെ, അയൽവാസി വന്ന് ചോദിക്കുമ്പോ കൊടുക്കാത്ത മനുഷ്യ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ, അഖ്റജഹുല്ലാഹു റൂഹഹു അലാ ഗൈരി ഷഹാദ, അറിഞ്ഞുകൊണ്ടാണ് നിന്റെ കയ്യിൽ പൈസ വെച്ചിട്ട് അറിഞ്ഞുകൊണ്ടാണ് നീ കൊടുക്കാതെ ഇരുന്നതെങ്കിൽ ഉമറേ, ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാൽ നിന്റെ ദാഹം മാറൂല ഉമറേ. എന്റെ പ്രിയമുള്ളവരെ, കയ്യിൽ വെച്ചിട്ട് പടച്ചവരെ, പാവങ്ങൾക്ക് കൊടുക്കാത്തവര്, പാവപ്പെട്ടവരെ സഹായിക്കാത്തവര്, യതീമക്കളെ സഹായിക്കാത്തവര്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാത്തവര്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ കയ്യിൽ വെച്ചിട്ടാണ് അറിഞ്ഞുകൊണ്ടാണ് നീ കൊടുക്കാതെ ഇരുന്നതെങ്കിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാൽ, കടലിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർത്താൽ നിന്റെ ദാഹം മാറൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവന്റെ ശിക്ഷയോ അല്ലാഹുവേ. പാവങ്ങളെ മറന്നു പോകുന്നവർ, തന്റെ വീട്ടിന്റെ ചാരത്ത് കിടക്കുന്ന ക്യാൻസർ രോഗികൾ, പടച്ചവരെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ, ഒരു നേരത്തെ മരുന്ന് വാങ്ങാ വകയില്ലാത്തവർ, യതീമായ പൊന്നുമക്കളെ കെട്ടിച്ചു കൊടുക്കാ പണമില്ലാതെ കണ്ണുനീര് കുടിക്കുമ്പോ കയ്യിൽ വെച്ചിട്ട് കൊടുക്കാ മടിക്കുന്ന മുസ്ലിമേ, ഏത് വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറൂല. റസൂലുള്ളാഹി പറയുകയാ, അലാ ഗൈരി ഷഹാദ, നിനക്ക് മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറയാ നിന്റെ നാവ് പൊങ്ങില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവര്, മോനെ, നിനക്കൊരു നല്ല മരണം കിട്ടൂല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? പടച്ചവനെ, സംസം വെള്ളം കുടിച്ച് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ ആഗ്രഹമില്ലേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്ത മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിൽ 48 കുട്ടികളുണ്ട്. അല്ലാഹുവേ, യതീമായ മക്കളാ, യതീമായ മക്കളോ, പടച്ചവനെ, ആ മക്കൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. യതീമായ മക്കളുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ, ഈ യതീമായ മക്കളുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ. അല്ലാഹുവേ, ഈ മക്കളെ ആരെല്ലാം സഹായിക്കുന്നോ അവരുടെ മരണസമയത്ത് ദാഹം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സംസം വെള്ളം കുടിച്ച് മരിക്കാൻ, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ, മരിക്കുന്ന സമയത്ത് ഈ കൊടുത്ത സദഖയുടെ പ്രതിഫലമായ സ്വർഗം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. 48 യതീമായ മക്കൾ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അവരുടെ മുന്നിൽ ബിസ്മില്ലാ, അവർക്ക് വേണ്ടിയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ പടച്ചവനെ. ആരെല്ലാം പടച്ചവനെ ഈ യതീമായ മക്കൾക്ക് വേണ്ടി ആരെല്ലാം സദഖ കൊടുക്കുന്നു, അല്ലാഹുവേ പടച്ചവനെ അവർക്ക് നീ നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഈ കൊടുത്ത സദഖയുടെ പ്രതിഫലം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഷഹീദായി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുവാറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുവാറുള്ള ആയത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവേ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പടച്ചവനെ അയൽവാസികളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, കൂടപ്പിറപ്പുകളെ പോലെ തന്റെ അയൽവാസികളെ സ്നേഹിക്കുന്ന വാപ്പാ, അയൽവാസികളെ സ്നേഹിക്കുന്ന പെങ്ങളെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? യഖ്റുജു റിജാലു മിൻ ഉമ്മതി വവുജൂഹുഹും വവുജൂഹുൽ ബദരി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അതാ ചില ആൾക്കാരുടെ മുഖം ഇങ്ങനെ 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുകയാണ്. ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ പടച്ചവരെ ഒരു വിഭാഗം ജനങ്ങൾ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. വൈദാറാഹും മഹ്ശരീന കുല്ലു മൻ ഹൗലാ. എല്ലാവരും ചോദിക്കുന്നു, ഇവരാരാ? ഈ പ്രകാശിക്കുന്ന വിഭാഗമാരാ? ഈ മുഖം പ്രകാശിക്കുന്ന വിഭാഗമാരാ? എന്റെ പ്രിയമുള്ളവരെ, അയൽവാസികളെ സ്നേഹിക്കുന്ന വാപ്പാ, അയൽവാസികളെ സ്നേഹിക്കുന്ന ഉമ്മ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ നീ പരലോകത്തേക്ക് കടന്നു വരുമ്പോ നിന്റെ മുഖം പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ അയൽവാസി ഒരു കാഫിറാണോ? നിന്റെ അയൽവാസി ഒരു കാഫിറാണോ? വലൗ കാന കാഫിറാ, അവനൊരു കാഫിറാണെങ്കിലും നീ ബഹുമാനിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ